ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് പറയേണ്ടി വരും ഞാൻ കേട്ടോ. കാരണം ഞാൻ 10 മണി ആ ഒരു ടൈമിൽ പോയിട്ട് സ്റ്റേഷനിൽ കയറി ഒപ്പിട്ട് നൈറ്റ് ഓടാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ ഓർത്തു ഒരു 12 മണി 12:30 ഒക്കെ ആകുമ്പോൾ ഓട്ടം നിർത്തി പോകണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് വിചാരിച്ച പോലുള്ള വേഗമുള്ള ഓട്ടമൊന്നും കിട്ടിയിട്ടില്ല. പയ്യെ 1 മണിക്കൂറൊക്കെ ഒരു സ്റ്റാൻഡിൽ കിടന്നിട്ട് ആണ് ഓട്ടം കിട്ടുന്നത്. അപ്പം അങ്ങനെയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചടച്ചു പോയി മനസ്സ്. എന്നുവെച്ചാൽ ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ പോണതാണല്ലോ. പിന്നെ നമ്മുടെ ഉറക്കമൊക്കെ കളഞ്ഞ് എടുക്കല്ലേ. അപ്പോൾ വിചാരിച്ച പോലെ ഓട്ടം കിട്ടാണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവില്ലേ. ഇപ്പം സമയം എത്രയെന്നറിയോ? 1:20 1:20. ഇന്നാളെ രാവിലത്തേക്ക് എന്തേലും ചായക്ക് ഞാൻ അവിലും പഴം മേടിക്കാനാണ് വിചാരിക്കുന്നത് എളുപ്പത്തിന്. കാരണം നാളെ സ്കൂളൊന്നുമില്ല. നന്ദൂന് ഉച്ചയ്ക്ക് കൊണ്ടുപോകണം ആവശ്യം വരില്ല. മറ്റൊരു രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യും, നന്ദൂന് കൊടുത്തേക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതേ നമ്മുടെ കട ഏകദേശം പൂട്ടാനായിട്ടുണ്ട്. അവർ പോയി മേടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുണ്ടേ സാധനം മേടിക്കണത് ഏകദേശം ഒരു ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കാലിക്കറ്റ് ബേക്കറി ഒക്കെ ക്ലോസ് ആയിട്ടാ. അവർ 9:30 10 മണിക്ക് ആകുമ്പോഴത്തേക്കും പൂട്ടും തോന്നും. 10 വരെ മാക്സിമം ഉണ്ടാവും തോന്നുന്നു കേട്ടോ. ഞായറാഴ്ച 9:30 ആകുമ്പോഴത്തേക്കും പൂട്ടും. റോഡൊക്കെ വിജനമായി കിടക്കുകയാണ്. ആരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ സാധനമൊക്കെ വാങ്ങിയിട്ടാ. രാവിലത്തേക്ക് അവിലും പഴം കിട്ടിയില്ല. പഴം അവിടെ പഴുത്തതില്ല. പിന്നെ ഇവിടെയുള്ള കടകളൊക്കെ പൂട്ടി. സമയം ഇപ്പം എത്രയെന്നറിയാം? സമയം 1:30 കഴിഞ്ഞു. 1:35 അപ്പോൾ അവർ മാത്രമാണ് അത്യാവശ്യം ലേറ്റായിട്ട് പൂട്ടണ കട കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇനി കിട്ടുള്ളൂ. വേറെ ഇനി അധികം കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അവിൽ തേങ്ങ ഒക്കെ വാങ്ങി അവിൽ കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തേക്ക് സാധാരണ എന്നും ഉണ്ടാക്കാറാണ്. ദോശ പുട്ട് അങ്ങനെ മാറ്റി ഉണ്ടാക്കണം. നന്ദൂന് ഉച്ചക്കിലേക്ക് കൊണ്ടുവരും വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറ്. പക്ഷെ നാളെ സ്കൂളിലില്ല. അപ്പോൾ ഞാൻ തൽക്കാലം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കോഴിമുട്ട വാങ്ങി ഉച്ചയ്ക്ക് ഓംലേറ്റ് അടിച്ച് കൊടുക്കാൻ. ചോറിന് പരിപ്പ് വാങ്ങിയിട്ടുണ്ട്. നാളെ പരിപ്പ് കുത്തിക്കച്ചി വരും. അതും എളുപ്പപ്പണിയാണ്. പിന്നെ പപ്പായ ഇരിക്കുന്നുണ്ട്. നാളത്തേക്കും കൂടി പപ്പായ ഉപ്പേരി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നാളത്തേക്ക് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ എത്തുമ്പോൾ 2 മണിക്ക് 2 മണി 1:45 എന്തായാലും കഴിയും. അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഉള്ള കാരണം നമുക്ക് പേടിക്കണ്ട. എല്ലായിടത്തും നല്ല അടിപൊളി ലൈറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ സേഫായിട്ട് വീട്ടിലെത്തി. 1:45 സമയം കേട്ടോ. ഭയങ്കര സൈലൻ്റായിട്ട് കിടക്കണം. നന്ദൂണ് വാതിൽ തുറന്നു വന്നത്. അവൻ സാധനമൊക്കെ എടുത്ത് പോയി. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ നോക്കട്ടെ. ഗുഡ് നൈറ്റ് പറയണില്ല, ഗുഡ് മോർണിംഗ് ആണ്. കാരണം 1:45 കറക്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം കേട്ടോ.